ഏതൊരു ഭീകരാക്രമണവും രാജ്യങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഭീകരാക്രമണം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാശ്മീരിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയും രാജ്യത്തിനുണ്ടാക്കിയ വരുമാന നഷ്ടവും എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതിലേറ്റവും പ്രധാനം വലിയ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത് കാശ്മീർ ടൂറിസത്തെയാണ്. അതുവഴി രാജ്യത്തിന് നഷ്ടം കോടികളാണ്. മാത്രമല്ല വിനോദസഞ്ചാരികളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സാധാരണ മനുഷ്യർ കശ്മീരിൽ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം. ഭീകരാക്രമണത്തിന് പിന്നാലെ മുൻകൂട്ടി ബുക്ക് ചെയ്ത നിരവധി ട്രിപ്പുകളാണ് ഈ ആക്രമണത്തോടെ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഏറെക്കുറെ പൂർണ്ണമായും ക്യാൻസൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് കാശ്മീർ. മലയാളികൾ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഓടിയെത്തുന്ന സ്ഥലമാണ് കശ്മീർ എന്ന് പറയുന്നത്. എല്ലാവരും പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ വിനോദയാത്ര നടത്തുന്ന സമയം കൂടിയാണിത്, അവധിക്കാലം. പല ട്രാവൽ ഏജൻസികളും മുൻകൂട്ടി ബുക്ക് ചെയ്ത കശ്മീർ ട്രിപ്പുകൾ ചിലത് ബാക്കിയുണ്ടായിരുന്നു. ഇവർക്കെല്ലാം വിമാന ടിക്കറ്റുകളും താമസ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു. എന്നാൽ ഇനി കോടികൾ തന്നാലും ഞങ്ങൾ ആ ഭാഗത്തേക്കില്ല എന്നും പറഞ്ഞ് ഭീകരാക്രമണത്തിന് ശേഷം സഞ്ചാരികൾ കൂട്ടത്തോടെ ട്രിപ്പുകൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതോടെ ഇതെല്ലാം റദ്ദാക്കേണ്ട അവസ്ഥയിലാണ് ടൂർ ഓപ്പറേറ്റർമാരെല്ലാം ഉള്ളത്. കശ്മീരിലെ 90% ആളുകളും വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതും സർക്കാരിൻ്റെ കണക്കിൽ വ്യക്തമായി പറയുന്നു. ആ സഞ്ചാരികളെല്ലാം കാശ്മീരിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്കും ഉപജീവന മാർഗം സാധ്യമാകുകയുള്ളൂ. എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണം കശ്മീർ ജനതയെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. തൊഴിലിനെ കാര്യമായി ബാധിച്ചതോടെ ഇനി മുന്നോട്ടുള്ള വഴി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വിനോദസഞ്ചാര മേഖലയിൽ ജീവിക്കുന്ന എല്ലാവരും തന്നെ. ഗുൽമാർഗ്, സോൻമാർഗ് തുടങ്ങിയ വിനോദസഞ്ചാരങ്ങളുടെ കേന്ദ്രങ്ങളിലേക്ക് ചുരുക്കം ചില ആളുകൾ എത്തുന്നതൊഴിച്ചാൽ സഞ്ചാരികളുടെ വരവ് ഒരിടത്തുമില്ല. ഇനി ഇതും കുറയാനാണ് സാധ്യത. കുതിര സവാരി, അതാണ് ഏറ്റവും പ്രധാനമായും കശ്മീരിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ കുതിര സവാരി നടത്തി മാത്രം ജീവിക്കുന്ന 10,000-ലധികം ആളുകളുണ്ട് കാശ്മീരിൽ എന്നാണ് സർക്കാരിൻ്റെ കണക്ക്. കൂടാതെ ദാൽ തടാകത്തിൽ ശിക്കാരി വഞ്ചികൾ തുഴഞ്ഞും ടാക്സി ഡ്രൈവർമാരായും ജീവിക്കുന്നവരും ഇതുപോലെ തന്നെ 10,000-കണക്കിന് വേറെയുമുണ്ട്. ഇവരെല്ലാം പട്ടിണിയിലേക്ക് നീങ്ങുന്നു. ഇവരുടെ കുടുംബങ്ങളെല്ലാം പൂർണ്ണമായും പട്ടിണിയിലാകുന്നു എന്നാണ് രാജ്യം ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ നിന്ന് വൻതോതിൽ ടൂറിസ്റ്റുകൾ മടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് 20 വിമാനങ്ങളിലായി 3,337 പേരാണ് മടങ്ങിപ്പോയത്. ആളുകളെല്ലാം എങ്ങനെയെങ്കിലും നാട് പിടിക്കണം എന്ന് വച്ചതോടെ അധിക വിമാന സർവീസുകളും രാജ്യം ആരംഭിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് തിരിച്ച് കാശ്മീരിലേക്ക് ഈ സമയത്ത് ടിക്കറ്റുകൾ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഈ സമയത്ത് ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള വിമാനങ്ങളിൽ സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. പല വിമാന സർവീസുകളും റദ്ദ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് സഞ്ചാരികളുടെ വരവ് കാത്തിരിക്കുകയാണ് കശ്മീരിലെ സാധാരണ മനുഷ്യർ എന്ന് ഇപ്പോഴും കാണാൻ കഴിയും. എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഭീകരവാദത്തെ അടിച്ചമർത്താൻ ഇന്ത്യയും ചെറുത്തു നിൽക്കാൻ പാകിസ്ഥാനും കോപ്പുകൂട്ടുകയാണ് ഇപ്പോൾ. കാശ്മീർ അതിൻ്റെ ഇടയിൽ വീർപ്പ് മുട്ടുകയാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ എല്ലാം കലങ്ങി തെളിയുന്നതാണ് നല്ലത്. കാലാകാലങ്ങളായി തീവ്രവാദികളെ തീറ്റിപ്പോറ്റുന്ന പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിച്ച് തകർത്തെറിഞ്ഞ് കാശ്മീരിനെ നന്നായി ശാന്തമാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം വിനോദസഞ്ചാരവും സുഗമമാക്കാം. ഏതായാലും ഈ ഭീകരാക്രമണം രാജ്യത്തിന് വലിയ നഷ്ടമാണ് നൽകിയിരിക്കുന്നത്.